ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകാരങ്ങളും ഉയർത്തുന്ന ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയെ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും പരിശുദ്ധാത്മ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഞങ്ങളെ സുവിശേഷ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ കഴിയുന്നതിനെ ഓർത്താണ് എൻ്റെ മക്കൾ സന്തോഷിക്കേണ്ടത്. സ്ഥലപരിമിതികൾ ഇവിടെ ഇപ്പം തുടങ്ങിയതല്ലേ, കൃപാസനം തുടങ്ങിയ കാലം മുതൽ സ്ഥലപരിമിതികളുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വിരലെങ്കിലും കുത്തി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാലും അത്രയും മതി കാര്യങ്ങൾ. എൻ്റെ മനസ്സ് കർത്താവിൽ അർപ്പിക്കണം. കാര്യം മറ്റൊരു സാധാരണ ഒരു പ്രാർത്ഥനാ സ്ഥലം പോലെ അല്ല ഇത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെക്കാളും എത്രയോ ജീവിതം ഇരുട്ടിലായിപ്പോയ ആൾക്കാർ, ചിലരൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന കൃപാസനത്തിൽ ഒന്ന് എത്താൻ കഴിഞ്ഞാൽ മതി. അത് ശരിയാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ച് വരുന്നവരാണ് കൂടുതലും ദൈവത്തിൻ്റെ അനുഭവം പ്രാപിക്കുന്നത്. അവിടെ ചെന്ന് നോക്കാം, എന്നിട്ട് പിന്നെ ഉടമ്പടി എടുക്കാം. അങ്ങനെയൊക്കെ കണ്ടീഷൻസൊക്കെ വെച്ച് വരുന്നവർക്കാണ് ഈ താമസമൊക്കെ വരണത്. ആൾക്കാർക്ക് പലതരത്തിലല്ലേ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത്, അതനുസരിച്ചാണ് നിങ്ങൾക്ക് അനുഭവങ്ങൾ വരണത്. അവിടെ ചെന്നൊക്കെ നോക്കിയിട്ട് പോകാം. ചിലർ ധരിച്ചിരിക്കുന്നത് ഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവരാണ് കൃപാസനത്തിൽ പോകുന്നതെന്നാണ്. കുറേ ആൾക്കാർ അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധരിച്ചിരുന്നത് അനുഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നവരാണ്. അപ്പം അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മാത്രം മേടിക്കാൻ വേണ്ടി പോകുന്നവരാണ് കൃപാസനത്തിൽ പോകുന്നവരെന്ന് കുറേ ആൾക്കാർ നിങ്ങളെ താറടിക്കുകയും ബ്രാൻഡ് ചെയ്യുകയും ചെയ്യും. അവസാനം ഇവർ തന്നെ അവർക്കൊരു ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വന്നു കയറാനുള്ള ഒരേ സ്ഥലമേ ഉള്ളൂ. അതാണ് വിഷയം. അവർക്കൊരു അവരങ്ങനെ പറയും. അവർ നല്ല ആരോഗ്യ സമയത്ത് അവർ ഇത്തിരി അഹങ്കാരത്തോടെ പറയും ഈ അനുഗ്രഹത്തിൻ്റെ പുറകെ നടക്കുന്നവരാണ് കൃപാസനത്തിൽ പോകണമെന്ന്. പക്ഷേ നമുക്കറിയാം 3 മാസത്തിനുള്ളിൽ അവർക്ക് ഒരാവശ്യം ഉണ്ടാകും ഇവിടെ വരണ്ട. അപ്പോൾ അവർ നോക്കുമ്പോൾ വേറെ എവിടെയാണ് ഇത്രയും കൂടുതൽ സാക്ഷ്യങ്ങൾ വരണത് ആൾക്കാരുടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം വന്നു. അത് മഞ്ജു സജ്ജിക്ക് 60 ലക്ഷം രൂപ കടമായിട്ട് ഇവർ നല്ലവണ്ണം ജീവിച്ച ആൾക്കാരാണ്. ആദ്യം അവർക്ക് ഒരു ട്രക്കാണ് ഉണ്ടായിരുന്നത്. ബോംബെയിലൊരു ട്രക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രക്ക് കച്ചവടമൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വരുമാനമൊക്കെ ആയി. അപ്പോൾ അവർ 2 ട്രക്ക് വാങ്ങിച്ച്, പിന്നെ അവർ പെട്ടെന്ന് വളർന്ന് 3 ട്രക്ക് വാങ്ങിച്ചു. അപ്പോൾ അത്രയും ട്രക്ക് ഓടി കാശ് കിട്ടുന്നുണ്ട്. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈബിളിലെ മെഴുത്ത പശുക്കളില്ലേ, മെഴുത്ത പശുക്കൾ വരുമ്പോൾ ബൈബിൾ പറയുന്ന ഒരു സന്ദേശമുണ്ട്. നീ മെഴുത്ത പശുക്കളെ സ്വപ്നം കണ്ടാൽ ഇപ്സോ ഫാക്ടോ വ്യക്തമായിട്ടും നാളെ മെല്ലിച്ച പശുക്കളെ ഫീഡ് ചെയ്യേണ്ട ഒരവസ്ഥ വരുമെന്ന് ബൈബിൾ ആദ്യമേ തന്നെ ഇത് പറയുന്നുണ്ട്. ഫറവോൻ്റെ സ്വപ്നമായിരുന്നിത്. ഫറവോ ഒരിക്കൽ 7 മെഴുത്ത പശുക്കളെ ഇങ്ങനെ സ്വപ്നം കാണും. അതിനുശേഷം ഫറവോ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈജിപ്ഷ്യൻ കിങ്ങാണ്, ഈജിപ്തുകാരുടെ രാജാവാണ്. അപ്പോൾ മെഴുത്ത പശുക്കളുടെ സ്വപ്നം കാണും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളവർക്ക് ഈ ക്രിസ്ത്യൻസൊക്കെ എവിടെ നിന്ന് പറഞ്ഞാൽ ഈ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയാൻ, കഥ പോലും അറിയാൻ പാടാത്ത ആൾക്കാരോട് ഇരിപ്പുണ്ടെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് അവരോട് പറയണേ, ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ മനുഷ്യരാശിയോട് ചില കോഷൻസ് പറയും. ഇപ്പം നമ്മൾ ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു മുതുകത്ത് ഒരു ബാഗ് വിട്ടുകൊണ്ട് ചാടിപ്പോണ കൊച്ചിനെ കാണിക്കത്തില്ലേ? എന്താണ്? സ്കൂൾ ഹെഡ് കീപ് സ്ലോ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മുമ്പ് സ്കൂളുണ്ട്, കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും, നീ ഭ്രാന്തി പിടിച്ച് ഓടിക്കരുത്, സ്ലോ ഡൗൺ ആകാൻ പറയണതാണ്. ബൈബിൾ ഇതുപോലെയുള്ള ചില കോഷൻ ബോർഡുകൾ കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ മെഴുത്ത പശുക്കളുടെ ഫറവോയുടെ സ്വപ്നം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 41 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം.
41 അധ്യായം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. ഇതാണൊരു ഫസ്റ്റ് കാണിക്കുന്നത് സ്വപ്നം. സ്വപ്നങ്ങൾ ദൈവം അവസാനിപ്പിച്ചിട്ടില്ല. ഇന്ന് ഉടമ്പടിക്കാരാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് സ്വപ്നം കാണുന്നത്. ആൾക്കാരുടെ സാക്ഷ്യം കിട്ടാൻ മനസ്സിലാവും. സ്വപ്നവും ദർശനവും ഒത്തിരിയേറെ ദൈവം സ്വപ്നത്തിലൂടെ, സ്വപ്നം കാണുമെന്ന് പറയുമ്പോൾ മോശാർത്ഥത്തിലല്ല, ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കുന്ന കൂടുതലും ഉടമ്പടിക്കാരോടാണ്. ഉടമ്പടി എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം ഇത് സത്യസന്ധമാണെന്ന് തോന്നിയാൽ. എല്ലാവരുടെയും തോന്നത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരുടെ ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കും അറിയാം, നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ലോട്ടറി ടിക്കറ്റ് എടുത്ത പോലെ വന്നിരിക്കുകയാണെന്ന്. അങ്ങനെയുള്ളവരുണ്ട്. ഉടമ്പടി ലോട്ടറി ടിക്കറ്റ് പോലെ എടുത്ത് ഈ പ്രാവശ്യം അടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർ ഒരിക്കലും ഉടമ്പടി ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഉടമ്പടി എൻ്റെ മക്കളെ അനുഗ്രഹങ്ങൾ ഫിസിക്കലായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ഇല്ലേ ദൈവമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി. ചേട്ടത്തിയുടെ ഓപ്പറേഷനാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ഓപ്പറേഷനാണ് FNAC ടെസ്റ്റിനാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ മനസ്സിരിക്കണതാണ്, ഈശോ നീ ബൈപ്പേഴ്സ് ഇതിൻ്റെ അകത്ത് പ്രസൻ്റ് ആണെങ്കിൽ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ നീ എനിക്കിനെ അടയാളം തരണം. അത് 2 ഡോക്ടർമാരുണ്ട്. 2 ഡോക്ടർമാർ FNAC ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടറുമുണ്ട്, പിന്നെ വേറെ ഒരു ടെസ്റ്റും ഉണ്ടായിരുന്നു. ഈ 2 അതിൽ ഒരാട് ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കണം. ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ദൈവത്തോട് പറയേണ്ടത്. കാര്യം അത് ആൾക്കാർക്ക് അറിയാം ഉടമ്പടി സത്യമാണെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ദൈവത്തോട് ചോദിക്കാം. അത് കർത്താവ് തുറന്നു വെച്ചൊരു വാതിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്നല്ലേ പറഞ്ഞത്. ഉടമ്പടിയുടെ മെയിൻ സംഭവം 15:7 15:7 അല്ലേ? നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ ഉടമ്പടി അതാണല്ലോ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ യേശുവിൻ്റെ കാലത്തെ യേശു സംതിങ് അപ്ഡേറ്റ് ബിബ്ലിക്കൽ കമ്മ്യൂണിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് അപ്ഡേറ്റ് ചെയ്താണ്. കർത്താവ് സ്ഥാപിച്ചൊരു വാതിലാണിത്. എന്താണ് ആ വാതിലിൽ നമുക്ക് ആ സ്ഥാപിച്ച വാതിൽ തുറക്കുമ്പോൾ ആ വാതിലിലൂടെ കയറുന്നവന് ഇഷ്ടമുള്ളത് ചോദിക്കാം. അത് കർത്താവ് സ്ഥാപിച്ച വാതിലാണ്. പഴയ നിയമത്തിലില്ലത്, പുതിയ നിയമത്തിലേ ഉള്ളത്. ഇഷ്ടമുള്ള ചോദിക്കാം. അതിനകത്ത് അഹങ്കാരമൊന്നുമില്ല. നിനക്കങ്ങനെ അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാം. അപ്പം ചോദിക്കുന്നതിന് ദൈവവുമായിട്ടൊരു ബന്ധമായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. പല ആൾക്കാരുടെയും പ്രാർത്ഥനയ്ക്ക് കോൺഫിഡൻസ് ഇല്ലല്ലോ. കോൺഫിഡൻസ് ഇല്ലാത്ത പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അതെപ്പോഴും നമ്മൾ പറയുക, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു ആത്മവിശ്വാസത്തിൽ എത്തിച്ചേർന്നു എന്ന് നോക്കണം. ആത്മവിശ്വാസത്തിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്കുകളെന്ന് പറയണത് കണ്ണും പൂട്ടി ഉടമ്പടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെയാണ്? പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കേട്ടോ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ, പിന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന എളിമപ്പെടൽ, പിന്നെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷിയാകണത്. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് പ്രാർത്ഥനയെ വരണില്ല.
ഇപ്പം എന്തും ദൈവത്തോട് ഇപ്പോൾ ആൾക്കാർക്കിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാര്യം എന്താണ്? അവർ പറയണത് ഇപ്പം അയാൾ കോൺഫിഡൻസ് ഇല്ലാതെ ഒരുത്തം പ്രാർത്ഥിക്കണില്ലേ? ദൂരെ നിന്നുകൊണ്ട് അയാൾ പറയും, കർത്താവേ ഞാൻ പാപിയാണെന്ന് പറയും. ഇപ്പം എപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ പാപിയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മമ്മട്ടിക്ക് തലക്കെട്ട് അടിച്ചെന്ന് വരും. ഞാൻ അപ്പോൾ ദൈവം ചോദിക്കും, നീ 10-60 കൊല്ലമായി എൻ്റെ കൂടെ ഇപ്പോഴും പാപിയായിട്ടിരിക്കണമെന്ന് ചോദിക്കും. അതെ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ വെക്കരിയണേ. ഇത് ആദ്യകാലങ്ങളൊക്കെ പറയണതിന് കുഴപ്പമൊന്നുമില്ല. ഇത് 50 വയസ്സ് കഴിഞ്ഞാലും ഞാൻ പാപിയാണെന്ന് പറയണമെങ്കിൽ മിക്കവാറും കാലെപ്പോഴും നിലത്തിലടിക്കേണ്ടി വരും ഈ സാധനത്തിന്. എന്നിട്ട് ഈ 50 കൊല്ലം നീ കർത്താവിൻ്റെ ഉടനെ ഇപ്പോഴും പാപം മാറിയിട്ടില്ലെന്ന് ചോദിക്കും. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. എന്താ കാര്യം? നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പല ബിസിനസ്സും ചെയ്യുന്ന കണ്ട് വി ഹാവ് നോ കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അയ്യോ പാവി ക്രിസ്ത്യാനിയായിട്ട് നടക്കും. ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുകയല്ലേ, ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഉണ്ട്. അയ്യോ പാവി വിശ്വാസിയായിട്ട് നടക്കും. ഇപ്പം നീ ഒരു അയ്യോ പാവി വിശ്വാസി എന്നുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ അയ്യോ പാവി വിശ്വാസി സ്വന്തമായിട്ട് ദൈവം എന്നെ സഹായിക്കുകയോ ഇല്ലയോ എനിക്കറിയത്തില്ല, എനിക്കതിനുള്ള യോഗ്യത ഒന്നുമില്ലൊക്കെ പറഞ്ഞിങ്ങനെ വ്യാജ വിനയം കുറേ ആൾക്കാർക്കുണ്ട്. വ്യാജ വിനയം, അത് വിനയമല്ല, വ്യാജ വിനയമാണ്. എന്നുവെച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കിട്ടിയ സമയം ദൈവത്തിന് വേണ്ടി വിനിയോഗിച്ചില്ല. പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി പാപത്തോടൊരു ശത്രുത കാണിച്ച് അതിനെ മാറ്റി നിർത്താൻ വേണ്ടി നീ പരിശ്രമിച്ചില്ല. അങ്ങനെയാണ് ഉള്ളവരാണ് വ്യാജ വിനയക്കാർ. എന്താ കാര്യം? ഈ പാപത്തിൻ്റെ ബൈബിൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ എത്തിയിട്ടില്ലല്ലോ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹെബ്രായർ 12:4. അത് കേൾക്കണ, ഇത് കേട്ടാ. ഹെബ്രായർ 12:4. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. അപ്പൊ ബൈബിളിന്റെ മനസ്സിരിപ്പ് കണ്ടില്ലേ? എന്താണ്? രക്തം ചൊരിഞ്ഞാലും ദൈവത്തിന് സന്തോഷമേ ഉള്ളതെന്ന്. നീ രക്തം ചൊരിഞ്ഞാലും ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. ബൈബിൾ എന്താ പറയണത്? പാപത്തിനെതിരെയുള്ള പോരാട്ടം. പറഞ്ഞേ, പാപത്തിനെതിരായുള്ള പോരാട്ടം ഇനിയും രക്തച്ചൊരിച്ചിൽ വരെ എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ രക്തച്ചൊരിച്ചിൽ വരെ എത്തിയ ആളാണ് ഈ കുരിശിൽ കിടക്കണത്. അത് ഓർക്കണം. അതാണ് വിഷയം. പാപം എന്തുമാത്രം ഭീകരമാണെന്നും അതെന്തുമാത്രം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെന്നും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോഴേ ദൈവത്തിന് മനസ്സിലായതാണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യപ്രകൃതിയെ തന്നെ പരിഹാരം ചെയ്യുന്നതിലും അത് അത്രയും താഴ്ന്നു വന്നാലും പാപത്തിൽ നിന്ന് ലോകത്തെ ഒഴിവാക്കാൻ അത് മതിയായ ഒരു തീരുമാനമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈശോയുടെ മഹത്വം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലെ പാപത്തിനെതിരെ പോരാടിക്കൊണ്ട് ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണത് ഞാൻ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ആ ദൈവത്തിനോട് ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത ചെയ്യണ സമയത്ത് നമുക്ക് ഉണ്ടാകത്തില്ലെങ്കിലും ക്രമേണ നമ്മൾ ആ യോഗ്യത ആർജിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ കുമ്പസാരിച്ചിട്ട് പാപക്ഷമ മേടിക്കും. ഈശോ അങ്ങനെ ഒരു വാതിൽ സഭയെ തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന അക്രൈസ്തവ സഹോദരങ്ങൾ വിചാരിക്കും, അയ്യോ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ലല്ല, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് മോചനം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 2:14-15. റോമ 2:14-15. നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതീയർ, നിയമം എന്ന് വെച്ചാൽ പഴയ നിയമവും പുതിയ നിയമവും, കർത്താവിൻ്റെ വചനം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ, നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, കർത്താവിൻ്റെ വചനം ആവശ്യപ്പെടുന്ന വിശുദ്ധി സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ, നിങ്ങൾ ഈ നിയമം തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേട്ടും ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടിയും പാപത്തെ മനസ്സിലാക്കി കഴിഞ്ഞ് അത് നിങ്ങളത് സ്വാഭാവികമായി നിറവേറ്റുമ്പോൾ, നിയമമില്ലെന്നിരിക്കലും പാപം ചെയ്യാതിരിക്കുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കുറിച്ചിട്ടേക്കണം. എത്രയാണത്? റോമ 2:14. റോമ 2:14. ഇന്ന് വായിച്ചേക്കണം. 15 വായിച്ചേ. നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം എന്താണെന്നറിയാവോ? അതായത് ഇപ്പൊ വചനം കേട്ട് വരുമ്പോ കേൾക്കുന്ന വഴി തന്നെ അത് വിശ്വസിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുണ്ട്. എന്താ കാര്യം? ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ വിശ്വാസം വരണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം തന്നെ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 15:3 യോഹന്നാൻ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. യോഹന്നാൻ 15:3. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അതെന്താ സംഭവം എന്നറിയോ? ചില ആൾക്കാര് അച്ഛനിങ്ങനെ വചനം പറയുമ്പോൾ തന്നെ ഈശോനോടുള്ള സ്നേഹം കാരണം അതങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ പറയുമ്പോൾ ഈ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും ദൈവം നമ്മൾ വിശ്വസിക്കുന്നു എന്നല്ല പറയണത്. നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പറയും അനുസരിക്കണം എന്നാണ് ദൈവം പറയണത്. നമ്മൾ വിശ്വാസത്തിന് പകരം ദൈവം വിളിക്കുന്നത് അനുസരണമെന്നാണ്. കേവലമായിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അനുസരിക്കുമ്പോഴാണ് ആ വിശ്വാസം പ്രാബല്യത്തിൽ വരണത്. അതുകൊണ്ട് വിശ്വാസവും അനുസരണവും ഒന്ന് തന്നെയാണ്. അതായത് നമ്മുടെ വിശ്വാസത്തിനെ ദൈവം വിളിക്കുന്നത് അനുസരണമെന്നാണ്. അപ്പോൾ ഒത്തിരി പേര് അച്ഛൻ്റെ വചനം കേട്ട് ഉടമ്പടി ധ്യാനം കൂടിയും അനുസരണത്തിലേക്ക് വരുന്നുണ്ട്. ഈ അനുസരണത്തിലേക്ക് വരുന്നവരെല്ലാം ഓട്ടോമാറ്റിക്കായി എന്താ സംഭവിക്കുന്നത്? വിശുദ്ധീകരണത്തിലേക്കാണ് വരണത്. കാര്യം വിശുദ്ധീകരണത്തിലേക്ക് വന്നിട്ട് ഇവർ കർത്താവിനോട് പറയണത്, കർത്താവ് ഞങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്താൻ പറയും. ഈ വിശുദ്ധിയെ നിലനിർത്താൻ വിശുദ്ധിയെ നിങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കണ്ടാൽ പിന്നെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധി നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ വിശുദ്ധി സംരക്ഷിക്കും. അതാണ് എൻ്റെ അത് വിഷയം എന്നത്. ഇപ്പം ചില ആൾക്കാരൊക്കെ അതുകൊണ്ടാണ് നമ്മളെ ആവശ്യമില്ലാത്ത ഏപ്പടങ്ങളില്ലേ, റീൽസുകൾ, ഏപ്പടങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഷോട്ടുകൾ ഉടമ്പടിക്കാർ കാണേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കുടുംബജീവിതക്കാർ ഒരിക്കലും കാണരുത്. എന്താ കാര്യം? നിങ്ങൾക്ക് ആവശ്യത്തിന് സെക്സിൻ്റെ ദൈവവും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് മാർഗങ്ങളില്ലാത്ത വിവാഹം കഴിക്കാത്തവർക്ക് കാണണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ബോധപൂർവ്വം വിട്ടു നിൽക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവ്വം വിട്ടു നിൽക്കുന്നുണ്ടെന്ന്.
അപ്പോൾ ഉടമ്പടിയോട് നിങ്ങൾക്ക് ആത്മാർത്ഥമുണ്ട് ദൈവത്തിന് തോന്നും. അപ്പോൾ പാപ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോകത്തിൽ പാപ സാഹചര്യങ്ങളെ ദൈവത്തെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ. ഞങ്ങൾക്ക് സൈക്കോളജി പഠിക്കണ കാലത്ത് അവർ പറയണേ, ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, അത് ഒരു മനുഷ്യന്മാരുടെ ജൈവവാസനയുടെ ഭാഗമാണ്, നമ്മൾ അത് കൺട്രോൾ ചെയ്താൽ കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ ശാസ്ത്രങ്ങൾ, പൊട്ടശാസ്ത്രം ചില സമയത്ത് ഇതിനേക്കാൾ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും, വഴിതെറ്റിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറേ ആൾക്കാരൊക്കെ പാർക്കിൻസൺസൊക്കെ വന്ന് നടക്കണില്ലേ, കുറേ ആൾക്ക്. എല്ലാ പാർക്കിൻസൺസ് രോഗികളുമല്ല, ചില പാർക്കിൻസൺസ് രോഗികൾ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നവർ പാർക്കിൻസൺസ് രോഗികളെ വരുന്നുണ്ട്. അത് നമ്മൾ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ചില ആൾക്കാരെ കൊണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ കൊണ്ടിട്ട് സമയം ഉണ്ടാകത്തില്ല. പിന്നെ രോഗം എനിക്ക് വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന് അനാവശ്യമായിട്ടുള്ള സുഖങ്ങൾ നമ്മൾ അതിനുവേണ്ടി മനസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെയും ശരീരത്തെയും ദൈവത്തെയും ഒരുമിച്ച് പ്രീണിപ്പിക്കാനും പ്രസാദിപ്പിക്കാനും സാധ്യമല്ല. അപ്പം നമ്മുടെ ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം എന്ന് ഈശോ പറഞ്ഞില്ലേ, ആ ഒരു പ്രശ്നം വരും. നിങ്ങൾ എന്തിലാണ് നിക്ഷേപിക്കണത്? അതുകൊണ്ടാണ് പ്രണയങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പ്രണയക്കാർ വരുമ്പോൾ ഞാനിവിടെ പറയും, കൺട്രോൾഡ് ആയിരിക്കണം കേട്ടോ. അവിടെ ഇവിടെ നിന്ന് നിസ്സാരം ഈ 4 മണിക്കൂറൊക്കെ കുത്തിരുന്നുകൊണ്ട് മെസ്സേജ് ഇട്ട് കഴിച്ചാൽ തിന്ന എവിടെയാണ് എന്ത് ഷർട്ടാണ് ഇട്ടിരിക്കണത് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു കാര്യമില്ലേ. ഉടമ്പടിക്കാർ അലവലാദികൾ എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. വേസ്റ്റ് ടോക്ക് അവസാനിപ്പിക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അഭിഷേകം, ഈ ഈശോ പറഞ്ഞ എന്താണ്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. 5 ഭർത്താക്കന്മാരുണ്ടായ സ്ത്രീകളുണ്ടല്ലോ, 5 ഭർത്താക്കന്മാരുണ്ടായ ഒരു ചേച്ചിയില്ലേ, അവരോടാണ് പറയണത്. 5 ഭർത്താവുണ്ട്, കർത്താവ് അവരെ കണ്ടുമുട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മിക്കവരും 10 ഭർത്താക്കന്മാരുമായിട്ട് മരിക്കത്തുള്ളൂ. അതെ, കർത്താവ് കണ്ടുമുട്ടിയപ്പോൾ കർത്താവ് പറഞ്ഞു, 5 ഭർത്താവ് ഇപ്പം ഇല്ലേ, ഈ വെള്ളം കുടിക്കണമെങ്കിൽ ഇനിയും ദാഹിക്കും. അതാണ് വിഷയം. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഈ ലൈംഗിക വിഷയത്തിൻ്റെ ഒരു പരാജയം അതാണ്. ആസ്വദിച്ചാലും അവസാനം ഈ ആൾക്കാർ കുടിക്കുന്നവർ തന്നെ, ചില ആൾക്കാർ ബാറിൽ നിന്നൊക്കെ ബാറുകാർ തന്നെ അവരുടെ നല്ല പറ്റുപിടിക്കാറുണ്ടാവും. കാര്യം അവർ 10-40 കൊല്ലം വേണ്ടി ആ ബാറിൽ നിന്ന് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവരെ വേറെ കസ്റ്റമേഴ്സ് ആരും വന്നില്ലെങ്കിൽ ഈ സ്ഥിരം പറ്റുപിടിക്കാരവിടെ ചെല്ലും. പക്ഷേ എന്നാൽ സ്ഥിരം പറ്റുപിടിക്കാർ 11 മണിയാകുമ്പോൾ, ഒരു 9 മണിയാകുമ്പോൾ ബാറ് ഒഴിച്ചു കൊടുപ്പുകാർ ഇയാളെ പിടിച്ച് ചവിട്ടും. എന്താണ്, വീട്ടിൽ പോടാന്ന് പറയും. നമുക്ക് ആ സംഘം കൊടുത്തിട്ട് അവന് ചവിട്ട് മേടിക്കണേ. കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഹീറ്റായി, ഈ ഹോട്ട് ഡ്രിങ്ക്സ് അല്ലേ, അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഹോട്ടടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ 5 മിനിറ്റ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുടിച്ച സംഭവം പിന്നെയും തണുക്കുമല്ല ശരീരം. പിന്നെ ഒരു പെക്കെടുത്ത് പിന്നെ ഹോട്ടായി, പിന്നെ തണുത്ത്, പിന്നെ ഹോട്ടായി, അങ്ങനെ രാത്രി 12 മണിയാകുമ്പോൾ അവൻ്റെ ചവിട്ട് പിടിക്കും. വല്ല കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം അതാ. അത് നമ്മളൊരിടത്ത് രക്ഷപ്പെടുത്തുമില്ല, നമ്മളൊരിടത്ത് അത് ആസ്വദിച്ച് തീരത്തുമില്ല. അത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെയുള്ള വിഷയം എന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എന്താ സബ്സ്റ്റിറ്റ്യൂട്ടെന്ന് ചോദിച്ചാൽ ഇതിന് ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുണ്ട്. അതെന്താണ്? നിങ്ങൾ ഈ ദൈവത്തിന് ഇരുത്തേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ല. ചിലർ പറയത്തില്ലേ, ഭർത്താവിന് ഇരുത്തേണ്ട സ്ഥലത്ത് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കുമെന്ന് പറയും. അതുപോലെ തന്നെ ദൈവത്തിനെ ഇരുത്തേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ അവിടെ ഈ ജഡം കയറിയിരിക്കും. അത് ദൈവത്തിന് പ്രാധാന്യം. ഇപ്പോൾ ഈ ഉടമ്പടിയോടുകൂടി നമ്മളൊരു ലൈഫ് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുകയും, എന്താ കാര്യം, നമ്മളിങ്ങനെ ചെടികരായിട്ട് തന്നെ ജീവിച്ച ആൾക്കാരായിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഉടമ്പടി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും, എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കും. എന്നിട്ട് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കാൻ വേണ്ടി, എൻ്റെ മക്കളെ നിങ്ങൾ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ അതിന് ദൈവം നോക്കണത് എന്താണ്, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചോ എന്നാ പ്രശ്നം. അതാണ് വിഷയം. ഉടനെ സ്ഥലം ജയിച്ചതായിട്ട് കാണപ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തന്നെ പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജയിച്ചവരായി കാണപ്പെടുന്നില്ല, പക്ഷേ ഞങ്ങളിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ എല്ലാ പാപത്തിനെയും, അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോപിഷ്ഠനാണ്. ഞാൻ ഇങ്ങനെ കോപിക്കണം, പെട്ടെന്ന് കോപിക്കും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് ഇവിടുത്തെ സാധാരണ ജോലിക്കാരോട് കോപിച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താണ്, അതുങ്ങളെ പാവത്തെങ്ങനെ 10 രൂപ പൈസയുടെ അപ്പോൾ ജോലിക്ക് വേണ്ടി ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ട് പോണവരാണ്. അവർക്ക് വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതിനൊരു അച്ഛനും കൂടി ഞാൻ ആശ്വസിപ്പിക്കേണ്ട ആളല്ലേ അവരെ.
ഇപ്പം ഞാൻ കൂടി കോപിച്ചാൽ എന്ത് ചെയ്യും? അപ്പം ദൈവം അത് എന്നിൽ നിന്ന് ഉദ്ദേശിക്കണില്ല. ദൈവം അത് എന്നിൽ നിന്ന് ഉദ്ദേശിക്കണില്ല. ഞാൻ പിന്നെ കർത്താവിനോട് പട്ടാങ്ങിയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അവരെ പോയി സാന്ത്വനിപ്പിച്ച് നിർത്തുക. എന്താ വെച്ചാൽ ഓരോ മനുഷ്യനും ഓരോ ബലഹീനതയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുന്നുവെന്ന് ദൈവത്തിന് തോന്നണം. നമ്മൾ എന്നും കൊന്നിത് എൻ്റെ ബലഹീനതയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അളിഞ്ഞ മോന്ത്യമായിട്ട് ദൈവത്തിനെ പറ്റിച്ച് ജീവിക്കല്ല വേണ്ടത്. ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ എന്നെ സഹായിക്കണമേ. കൈയൊന്ന് നെഞ്ചത്ത് വെച്ചേ. കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടിയിലാണ്. എനിക്ക് എൻ്റെ ചില ബലഹീനതകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബലഹീനതകളെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അതിനുള്ള ത്രാണി തരണമേ. അതിനുള്ള പ്രതിരോധം നൽകണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും കൃപയിൽ വിരാജിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.